പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവ് എഴുന്നള്ളി വരണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പുത്തൻ വ്യക്തികളാക്കി മാറ്റണമേ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. നിക്കോദേമോസ് എന്ന യഹൂദ പണ്ഡിതൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരം സ്വീകരിക്കലാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കലാണ്. ആദ്യം എനിക്ക് ശരീരം കിട്ടിയത് അമ്മയുടെ ഉദരത്തിൽ നിന്നാണ്. വീണ്ടും ജനിക്കണമെങ്കിൽ ശരീരം ആവശ്യമാണ്. അമ്മയുടെ ഉദരത്തിൽ വൃദ്ധനായിരിക്കെ പ്രവേശിച്ച് എങ്ങനെ ജനിക്കാൻ കഴിയും? നിക്കോദേമോസ് ചിന്തിക്കുകയാണ്. ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പക്ഷേ അപ്പോഴും നിക്കോദേമോസിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം കിടക്കുകയാണ്. ഈ വീണ്ടും ജനിക്കാനുള്ള ശരീരം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന്. യോഹന്നാന് സുവിശേഷം 6 വരുമ്പോൾ അവിടെ യേശു പറയുകയാണ്, എൻ്റെ ശരീരം യഥാർത്ഥമായ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥമായ പാനീയമാണ്, ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും എന്ന്. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം ഇറങ്ങിപ്പോയി. ഇവ നരഭോജനത്തിനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ നിക്കോദേമോസിൻ്റെ ചോദ്യത്തിന് യേശു ഉത്തരം കൊടുക്കുകയാണ്. വീണ്ടും ജനിക്കുവാനുള്ള ശരീരം അമ്മയുടെ ഉദരമല്ല തരുന്നത്, അത് തൻ്റെ തന്നെ ശരീരമാണെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും യോഹന്നാൻ 6 ഒരു സംശയം കിടക്കുകയാണ്. ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ ശരീരം നമുക്ക് തരുന്നത്? അതിന് ഉത്തരം നമുക്ക് ലഭിക്കുന്നത് അന്ത്യത്താഴവേളയിലാണ്. അവിടുന്ന് അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞതോടുകൂടി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലാണ് യേശു തൻ്റെ ശരീരം നമുക്ക് തരുന്നത് എന്ന് അവിടുന്ന് വ്യക്തമാക്കി. അങ്ങനെ നിക്കോദേമോസിൻ്റെ ആ ചോദ്യം ഈശോ പൂർണ്ണമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. സഹോദരങ്ങളെയും, ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയുടെ ശരീരത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന്. അവിടുന്ന് പോയാലേ അവിടുത്തെ ശരീരം നമുക്ക് തരാൻ കഴിയുള്ളൂ. അവിടുത്തെ ശരീരം സ്വീകരിക്കുമ്പോഴാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് ആ ശരീരത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരിക. യോഹന്നാൻ 6 എൻ്റെ ശരീരം യഥാർത്ഥമായ ഭക്ഷണമാണ്, രക്തം യഥാർത്ഥ പാനീയമാണ് എന്ന് ഈശോ പറഞ്ഞപ്പോൾ യഹൂദന്മാർ ഇറങ്ങിപ്പോയി. യേശുവിൻ്റെ കുറച്ച് ശിഷ്യന്മാർ മാത്രം അവിടെ ഇരുന്നു. ഈശോ ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാനീ പറഞ്ഞതല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ? അവരൊന്നും മിണ്ടുന്നില്ല. ഈശോ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് കയറുന്നത് കണ്ടാലോ? തൻ്റെ സ്വർഗാരോഹണവുമായി യേശു ഇതിനെ ബന്ധപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയാവ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഏലീശ. ഏലീശ എപ്പോഴും ഏലിയാവിന് പുറകെ നടക്കുകയാണ്.
ഗുരുവായ ഏലിയാവ് ഏലീശായോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഏലീശ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിനക്കത് കിട്ടും, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ മതി, പക്ഷെ അത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റിയാല. ഏതായാലും അന്ന് മുതൽ ഏലീശ അങ്ങനെ ഏലിയാവിന് പുറകെ നടക്കുകയാണ്. സമയം വന്നു, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലീശ അത് കണ്ടു. ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശായുടെ മേൽ വീണു. ഏലീശായ്ക്ക് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഏലിയാവിനെ പോലെ പുതപ്പിട്ടുകൊണ്ടല്ല യേശു പോയത്. യേശു തൻ്റെ ശരീരവും രക്തവും നമ്മുടെ ഓരോരുത്തരുടെ മേൽ ഇട്ടുകൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മുടെ മുമ്പിൽ. ഇതാ ഈശോയുടെ ശരീരം നമ്മുടെ മുമ്പിൽ. ഈശോ തൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന്. ഈശോയുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ വസിക്കുകയാണ്. വചനം നമ്മളോട് പറയുന്നു, ലൂക്കാ സുവിശേഷം എഴുതി വച്ചിരിക്കുന്നു, മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ദൈവാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഞാൻ പോയാലേ എനിക്ക് എൻ്റെ ശരീരം തരാൻ പറ്റുകയുള്ളൂ. എൻ്റെ ശരീരം സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം, അല്ല, പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും ജനനേതാക്കന്മാർക്കും എല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടിയല്ലോ. അവരൊക്കെ ഈശോയുടെ ശരീരം സ്വീകരിച്ചിട്ടല്ലല്ലോ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അതെ, പഴയ നിയമത്തിൽ പ്രവാചകന്മാരും ജനനേതാക്കന്മാരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് വരങ്ങളും ദാനങ്ങളുമായിട്ടാണ്. എന്നാൽ ഈശോയുടെ ശരീരം നാം സ്വീകരിക്കുന്ന വഴി ദൈവത്തിൻ്റെ ആത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ ആത്മാവുമായി ഒരു വ്യക്തിബന്ധമുണ്ടാകുന്നു. ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായി ഇതാ ഈശോ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുന്ന പോലെ തന്നെ ഈ അരൂപിയുമായി ബന്ധപ്പെടുവാൻ, ആത്മാവിനെ ഒരു വ്യക്തിയായി സ്വീകരിക്കുവാൻ, അരൂപിയായ ഒരു വ്യക്തിബന്ധമുണ്ടാക്കുവാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വഴി നമുക്ക് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോയുടെ ശരീരം നമ്മളിൽ, ക്രിസ്തുവിൻ്റെ ശരീരം ഇതാ നമ്മളിൽ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ശരീരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സ്വീകരിച്ച ശരീരം. രണ്ട്, ഈശോ തന്ന ഈശോയുടെ ശരീരം. നമ്മളിനി ഏത് ശരീരത്തിലാണ് ജീവിക്കാൻ പോകുന്നത്? ഈശോയുടെ ശരീരത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു പുത്തൻ വ്യക്തിയായിരിക്കും. അതല്ല, പഴയ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു പഴയ വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ നമ്മുടെ മുമ്പിൽ രണ്ട് ശരീരങ്ങളുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നമുക്ക് കിട്ടിയ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അമ്മയുടെ ഉദരത്തിൽ നമുക്ക് കിട്ടിയ ശരീരത്തിലൂടെയാണ് അമ്മയുടെ ഷേപ്പും അതുപോലെ മാതാപിതാക്കന്മാരുടെ ഷേപ്പ്, നിറം, കഴിവ് ഇതൊക്കെ നമ്മളിലേക്ക് കടന്നു വന്നത്. ജനറ്റിക്കലായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ, നല്ലതും ചീത്തയായിട്ട് ഒത്തിരി കാര്യങ്ങൾ, രോഗം ഉൾപ്പെടെ പലതും നമ്മളിലേക്ക് ജനറ്റിക്കലായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം നമ്മളിലുണ്ട്. ഇന്ന് വരെ നാം ജീവിച്ചു തീർത്ത ജീവിതത്തിനിടയിൽ നമുക്കുണ്ടായുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അത് ഒരു രാസപ്രവർത്തനമാണ്, ഒരു കെമിക്കൽ ആക്ഷനാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളും
നമ്മുടെ ശരീരവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ശരീരത്തിലെ സെല്ലുകൾ നശിച്ചാൽ, തലച്ചോറിലെ കോശങ്ങൾ നശിച്ചാൽ ആ അനുഭവങ്ങൾ മാഞ്ഞു പോവുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ശരീരവും അനുഭവവും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനാൽ യേശുവിൻ്റെ ശരീരം നാം സ്വീകരിക്കുമ്പോൾ സഹോദരങ്ങളെയും നമ്മളൊരു പുതിയ ശരീരം സ്വീകരിക്കലാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ചില ഓർമ്മകൾ കിടപ്പുണ്ട്. അത് ഈശോ നമ്മെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ്. നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നതിൻ്റെ ഓർമ്മയാണ്. അതാണ് യേശുവിൻ്റെ ശരീരത്തിൽ കിടക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ നമുക്ക് കിട്ടിയ ശരീരത്തിലെ ചില ഓർമ്മകളുണ്ട്. അത് മാതാക്കന്മാർ നൽകിയതാണ്. നമ്മൾ ഇന്ന് വരെ ജീവിച്ച സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമുക്ക് നൽകിയ ഓർമ്മയാണ്. അതുകൊണ്ട് ശരീരവും ഓർമ്മയും ഒന്ന് തന്നെയാണ്. ശരീരവും അനുഭവവും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ നമ്മോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇതാ ഒരു പുതിയ ഓർമ്മ തരാം, നിങ്ങൾ ഈ ഓർമ്മയിലെല്ലാം ചെയ്യണം. പുതിയ ഓർമ്മ തരാമെന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശരീരവും ഓർമ്മയും ഒന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ശരീരം തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിലാണ് ഓർമ്മ കിടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ശരീരം നൽകിക്കൊണ്ടാണ് ഈശോ അത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ശരീരത്തിലാണ് പുതിയ ഓർമ്മകൾ കിടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കുർബാനയുടെ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് നമ്മുടെ പഴയ ശരീരത്തെ മനുഷ്യർ നൽകിയ നിരവധിയായ ഓർമ്മകളും അനുഭവങ്ങളും പൊതിഞ്ഞു കിടക്കുന്ന, ദുഃഖ ഓർമ്മകൾ നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ പഴയ ശരീരത്തെ നമ്മൾ ആ കാസയിലും പീലാസയിലും സമർപ്പിച്ച് ഈശോയ്ക്ക് കൊടുക്കുകയാണ്. എന്നാൽ കുർബാനയുടെ അവസാനമാകുമ്പോൾ ഇതാ നമ്മൾ കൊടുത്ത നമ്മുടെ ശരീരം ഈശോ സ്വീകരിച്ചിട്ട് പകരം ഈശോയുടെ ശരീരം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വലിയൊരു കൈമാറ്റമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. നമ്മുടെ ശരീരം ഈശോ സ്വീകരിക്കുന്നു, ഈശോയുടെ ശരീരം നമുക്ക് പകരം തരുന്നു. നമുക്കറിയാം ശരീരത്തിൻ്റെ കൈമാറ്റം നടക്കുന്ന ബന്ധം ഏതാണ്? അത് മണവാട്ടി ബന്ധമാണ്, ഭാര്യാഭർത്തൃ ബന്ധമാണ്. അതെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. കാരണം അവിടെ ഭാര്യയും ഭർത്താവും ഒന്നായിത്തീരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റവും വലിയ ബന്ധം അതാണ്. അങ്ങനെ ഏറ്റവും വലിയ ഒരു ബന്ധത്തിൻ്റെ സെലിബ്രേഷനാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. എന്താണ്? ഈശോ നമ്മളെ മണവാട്ടിയായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പഴയ ശരീരം ഈശോ വാങ്ങിച്ചിട്ട് ഈശോയുടെ ശരീരം നമുക്ക് പകരമായി തരുന്നു. ഇനി നമ്മൾ ജീവിക്കേണ്ടത് ഈ ശരീരത്തിലാണ്. ശരീരത്തിൻ്റെ കൈമാറ്റം നടക്കുന്ന ഒരു ബന്ധമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ശരീരം ഇതാ നമുക്ക് പകരമായി തന്നിരിക്കുകയാണ്. ഈ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ഇസഹാക്ക് തൻ്റെ വാർദ്ധക്യത്തിലിരിക്കുമ്പോൾ ഇസഹാക്ക് തൻ്റെ മകനായ ഏസാവിനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിക്കുകയാണ്. അത് മകനോട് പറയുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ് അവൻ്റെ അമ്മ ഉടനെ തന്നെ യാക്കോബിനെ വിളിച്ച് പറയുകയാണ്, നീ വേഗം കുറച്ച് ഇറച്ചി കൊണ്ടുവന്ന് അപ്പന് കൊടുത്ത് ഏസാവിന് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് തന്നെ നീ വാങ്ങിച്ചെടുക്കുക എന്ന്. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് ആട്ടിറച്ചിയുമായിട്ട് അപ്പൻ്റെ അടുക്കൽ ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ ഒരു കാര്യം ശ്രദ്ധിച്ചു.
സൗണ്ട് യാക്കോബിൻ്റെ തന്നെയാണ്. എന്നിട്ട് അപ്പൻ പയ്യ ഏസാവിൻ്റെ കൈയൊക്കെ ഒന്ന് തടവി നോക്കി, യാക്കോബിൻ്റെ കൈ ഒന്ന് തടവി നോക്കി. എന്നിട്ട് അപ്പൻ പറഞ്ഞു, കൈയും കാലുമൊക്കെ ഏസാവിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. സൗണ്ട് യാക്കോബിൻ്റെയാണ്. ഹല്ലേലൂയ. വേറെ വാക്കിൽ പറഞ്ഞാൽ ശരീരം ഏസാവിൻ്റെത് പോലെയാണ്, സൗണ്ട് യാക്കോബിൻ്റെ പോലെയാണ്. എന്തെങ്കിലും ആകട്ടെ, ശരീരം ഏസാവിനെ പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൻ അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈശോയുടെ ശരീരം സ്വീകരിച്ചു കഴിയുമ്പോൾ പിതാവായ ദൈവം നമ്മളെ ഒന്ന് തടവി നോക്കും. ഹല്ലേലൂയ. എന്നിട്ട് പിതാവ് പറയും, ശരീരം യേശുവിനതുപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പിതാവിൻ്റെ മുഴുവനും അനുഗ്രഹങ്ങൾ ആദവും ഹവ്വയും തൊട്ട് ഇതാ ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യരുമായി നടത്തിയ ഉടമ്പടി ബന്ധത്തിൻ്റെ മുഴുവനും അനുഗ്രഹങ്ങൾ ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങുന്ന വലിയ ഒരു നിമിഷമാണ് നാം കുർബാന സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന നിമിഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവം നമ്മുടെ ശരീരത്തെ തൊട്ടുകൊണ്ട് പറയും, ഇത് ഈശോയുടെ ശരീരം തന്നെയാണ്, എൻ്റെ മകനായ യേശുവിൻ്റെ ശരീരമാണ്. നമുക്കറിയാം, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മനുഷ്യ വ്യക്തി എന്ന നിലയിൽ നമ്മൾ ആരും തന്നെ യോഗ്യരല്ല. പക്ഷേ ഈ യോഗ്യത നമുക്കറിയാം, യാക്കോബിന് അപ്പൻ്റെ അനുഗ്രഹത്തിന് അവകാശമില്ല. ആ അനുഗ്രഹം അപ്പൻ കൊടുക്കാനിരുന്നത് ഏസാവിനാണ്. എങ്ങനെയാണ് ഏസാവിൻ്റെ അനുഗ്രഹം യാക്കോബിലേക്ക് വന്നത് എന്നത് ഒരു ശരീരത്തിൻ്റെ മാറ്റത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നത് വഴി ഇതാ പിതാവായ ദൈവത്തിൻ്റെ മുഴുവനും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കാസ് സുവിശേഷകൻ 24 എഴുതി വെച്ചിട്ടുണ്ട്, ഈശോ സ്വർഗത്തിലേക്ക് പോയതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിതാ ഒരു ചിത്രം വന്നു കഴിഞ്ഞു. അവൻ അനുഗ്രഹിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും ഇതാ നമ്മുടെ തലയ്ക്ക് മുകളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും തലയ്ക്ക് മുകളിൽ പിതാവിൻ്റെ മുഴുവനും അനുഗ്രഹങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും, മാനവരാശിക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും ഇതാ പിതാവായ ദൈവം നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ BSc ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവളുടെ അപ്പനും അമ്മയും ഇവിടെ വന്നു. അവളുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു മുസ്ലിം ചെറുക്കനുമായി പ്രേമത്തിലായി. മാതാക്കന്മാർ ഇതറിഞ്ഞില്ല. ഏതായാലും ഒരു ദിവസം അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് അവളെ കിട്ടിയത്. അപ്പനും അമ്മയും ചെന്ന് പലരുടെയും സഹായത്തോടുകൂടി അവളെ ബലമായി പിടിച്ചുകൊണ്ട് ഈ ധ്യാന മന്ദിരത്തിലേക്ക് വന്നു. ഇവളെ അവൻ്റെ കൂട്ടത്തിൽ പോയി ജീവിതം തുടങ്ങി.
ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൾ വേറൊരു കാര്യം അറിയുന്നത്, അവന് ഭാര്യയും 3 പിള്ളേരും വേറെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവൾക്കൊരു ഷോക്ക് ഉണ്ടാക്കിയെങ്കിലും പിന്നെയും അവരുമായിട്ട് അങ്ങനെ ജീവിക്കുകയായിരുന്നു. ധ്യാനമന്ദിരത്തിൽ വന്നു. അവളെ ആ മുറിയിൽ അങ്ങനെ കിടന്നു. ആദ്യത്തെ ആഴ്ചയിൽ ധ്യാനത്തിനൊന്നും വന്നില്ല. രണ്ടാമത്തെ ആഴ്ചയിൽ അവൾ അത് തന്നെ തുടർന്നു. രണ്ടാമത്തെ ആഴ്ചയിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചു. അപ്പം ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഈ ബന്ധം എന്ന് നിലനിൽക്കുമെന്നും അതുവഴി നിനക്ക് കുടുംബജീവിതം ഭദ്രമായി തീരുമെന്നും നിനക്ക് വിശ്വാസമുണ്ടോ? ഉടനെ അവൾ പറഞ്ഞു, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നിലനിൽക്കുമോ, ഭാവി എന്തായിരിക്കും, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റിയൊരു മൂഡിലല്ല. എനിക്ക് അവനെ പിരിയാൻ പറ്റിയല്ല. ഇതാണ് അവൾ പറഞ്ഞത്. ഞാൻ വീണ്ടും അവളോട് പറഞ്ഞു, നിൻ്റെ അപ്പനും അമ്മയും വലിയ സങ്കടത്തിലാണല്ലോ ഇരിക്കുന്നത്, അവർ ഭയങ്കര ദുഃഖത്തിലാണല്ലോ. ഉടനെ അവൾ പറഞ്ഞു, അവരത്ര വലിയ ദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്നാൽ ഞാനിനി അവനെ കൊടുത്തി പോകുന്നില്ല. പക്ഷേ വേറൊരു കാര്യം, ഇനി കല്യാണം കഴിക്കാനൊന്നും എന്നെക്കൊണ്ട് പറഞ്ഞേക്കരുത്, ഞാൻ വേറെ ആരെയും വിവാഹം ചെയ്യുകയില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അപ്പം നിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവനെ മറക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മറക്കേണ്ട പരിപാടി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നീ ഏതായാലും അവൻ്റെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞ് അവൻ വേറെ ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അകൽച്ച നിനക്ക് പെട്ടെന്ന് തോന്നിയില്ലേ? അത് തോന്നിയായിരുന്നു. എന്നിട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ ഇവനെ അങ്ങ് ഉപേക്ഷിച്ച് ജീവിച്ച് കളയാമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ടോ ഞാൻ ആ ഒരു ചിന്തയോടുകൂടിയാണ് അപ്പനും അമ്മയുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നത്. എന്നിട്ടോ ഒരാഴ്ച ഞാൻ മുറിയിൽ കിടന്നിട്ട് എന്ത് ചെയ്താൽ ഓർമ്മ പോകുന്നില്ല. അതെന്നെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് മറക്കാൻ ശ്രമിച്ചത്? ഞാനിത് മറന്നു പോട്ടെ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, വീണ്ടും ഇതന്നെ കയറി വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. മറക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മറക്കേണ്ടത്. ഹല്ലേലൂയ. ഒട്ടേറെ കുട്ടികളും തെറ്റായ ജീവിതത്തിലേക്കൊക്കെ പോകുന്ന ചില ആളുകൾ ജീവിതത്തിലെ ചില പ്രത്യേക നിമിഷങ്ങളിൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ശരിയല്ല എന്നൊക്കെ. പക്ഷേ പ്രശ്നം അതല്ല, മറക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തലയിൽ നിന്ന് പോകുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല. ചില ദുസ്സഹമായ അനുഭവങ്ങൾ ചിലർക്ക് എന്ത് ചെയ്താൽ മറക്കാൻ പറ്റിയില്ല. അത് ചിലപ്പോൾ ഭയത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം, വേദനിക്കപ്പെട്ട ഓർമ്മകളായിരിക്കാം, തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മകളായിരിക്കാം. എന്ത് ചെയ്താൽ തലയിന്ന് പോയില്ല. അങ്ങനെ പോകാതെ വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു തല കളഞ്ഞാലേ ഇത് പോവുകയുള്ളെന്ന്. അതുകൊണ്ടാണ് ചില ആളുകൾ കൃത്യം തല തന്നെ റെയിൽവേ പാളത്തിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആത്മഹത്യ ചെയ്യുന്ന ആളുകളുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും, അവർ ചാകുക എന്നൊക്കെ നമ്മൾ പറയുന്ന അർത്ഥത്തിലൊന്നും അല്ല അവർ കാണുക. അവരുടെ തലയ്ക്കകത്ത് അവരെ മഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ മുറിവേറ്റ ഈ ഓർമ്മയിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടണം. അതാണ് അവരുടെ പ്രശ്നം. അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ തല കളയുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളെയും അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ആത്മഹത്യ എന്ന ഒരേ പ്രശ്നമേ ഉള്ളൂ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു മുറിയിൽ ചീഞ്ഞ മണം വരികയാണ്. ആ മണം ഒഴിവാക്കാൻ വേണ്ടി ഫാനിടുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു, കുറേ പേര് കൂടി വീശുന്നു. ഇനി ഈ ചീഞ്ഞ മണത്തിന് നേരെ നോക്കി ചിലർ തെറി പറയുകയാണ്, ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ മണം പോകുന്നില്ല. മണമില്ലാതാക്കാൻ ശ്രമിച്ചിട്ട് മണം പോകുന്നില്ല. പിന്നെ അവസാനം ചിന്തിച്ചു, ഈ മണം വരുന്നത് എന്തോ ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കളയണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ചീഞ്ഞ എലി, ചത്ത് ചീഞ്ഞ ഒരു എലി മൂലയിൽ കിടക്കുന്നു. ആ മുറിയുടെ മൂലയിൽ നിന്ന് അതെടുത്ത് ദൂരെ കളഞ്ഞപ്പോൾ മണവും പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കേ, ഓർമ്മ മാത്രമായിട്ട് പോവുകയില്ല. ഓർമ്മയും നമ്മുടെ തലച്ചോറും ഒന്നായിട്ടിരിക്കുക, ഓർമ്മയും നമ്മുടെ ശരീരവും ഒന്നായിട്ടിരിക്കുക. അതുകൊണ്ട് ഓർമ്മ മാത്രം കളയാമെന്ന് പറഞ്ഞാൽ അത് പോയില്ല. അതുകൊണ്ടാണ് ശരീരം കളഞ്ഞാലേ ഓർമ്മ പോകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം കളഞ്ഞാലേ ഓർമ്മ പോകുകയുള്ളൂ. ഓർമ്മയും ശരീരവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശരീരം എങ്ങനെയാണ് കളയുക? സാധാരണ മനുഷ്യന് മുമ്പിൽ ശരീരം കളയാനുണ്ട് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, ലോക ചരിത്രത്തിലെ മനുഷ്യൻ്റെ ശരീരം മാറ്റിത്തരാമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ഈശോയാണ്. ആ ശരീരം മാറ്റുന്ന വലിയൊരു സംഭവത്തിന് മുമ്പിലാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ പഴയ ശരീരം യേശുവിന് കൊടുത്താൽ യേശു നിനക്ക് പുതിയ ശരീരം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. അല്ലാതെ തന്നെ നമുക്ക് ശരീരം മാറ്റിയെടുക്കാൻ കഴിയും. കാസയിലും പീലാസയിലും സമർപ്പിക്കുക. ഇതാ കുർബാനയുടെ അവസാനം ഈശോ തൻ്റെ ശരീരം നമുക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നീ ഒരു നല്ല കുംസാരമെല്ലാം നടത്തിയിട്ട് നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓർമ്മ മാറ്റാൻ വേണ്ടി നീ കടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഓർമ്മയല്ല മാറ്റേണ്ടത്, ശരീരമാണ് മാറ്റേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർമ്മ മാറ്റാൻ നോക്കിയാൽ ഓർമ്മ കയറി വരും. നീ ശരീരം മാറ്റുക. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം നീ നിന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് നിനക്ക് പറയാൻ കഴിയും, ഈ കൈകൾ യേശുവിൻ്റെ കൈകളാണ്, ഈ കാലുകൾ യേശുവിൻ്റെ കാലുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഈ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരം പാപത്തെ തോൽപ്പിച്ച ശരീരമാണ്. യേശുവിൻ്റെ ശരീരം മരണത്തിൻ്റെ മേലെ ഇതാ വിജയം വരിച്ച ശരീരമാണ്. കൊളോസ്സസ് ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ നമുക്കെതിരായിട്ടുണ്ടായിരുന്ന എല്ലാ ലിഖിത നിയമങ്ങളെയും കുരിശിൽ തറച്ച് വിജയം ആഘോഷിച്ച ശരീരമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ പരാജയപ്പെടുത്തിയ ശരീരമാണിത്. ഈ ശരീരം പുതിയ ശരീരം, യേശുവിൻ്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പോൾ പാപമംഗലമായ നമ്മുടെ ശരീരം, ദുഃഖ ഓർമ്മകൾ പൊതുകിടക്കുന്ന ശരീരം, ഈ ശരീരം നമ്മളിതാ ഈശോയ്ക്ക് കൊടുത്തു. ഈശോ ഇതാ തൻ്റെ ശരീരം നമുക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളിലുള്ളത് ഈശോയുടെ ശരീരമാണ്. ഈ ശരീരം പുതിയ ശരീരമാണ്. ഈ ശരീരത്തിൽ വേറെ പാപങ്ങളൊന്നും ഇരിപ്പില്ല. ഹല്ലേലൂയ. പാപം ഉണ്ടായിരുന്ന ശരീരം ഈശോയ്ക്ക് കൊടുത്തുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മളിലേക്ക് നോക്കൂ, ഇത് പുതിയ ശരീരമാണ്. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നു, യേശുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശരീരം ഈശോയുടെ ശരീരമാണ്. ഇപ്പോൾ ഇതാ
നാം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന യാതൊന്നും ഇപ്പോൾ നമ്മളിലില്ല. അതെല്ലാം ഈശോ ഇതാ എടുത്തു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ശരീരമാണ് നമ്മളിലുള്ളത്. നീ ഇനി നിന്നെ കുറ്റപ്പെടുത്തരുത്. നീ നിന്നെ ഇനി ഇടിച്ചു കാണരുത്. നീ നിന്നെ ഇനി വെറുക്കരുത്. നിനക്ക് നിന്നെ തന്നെ വിലമതിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.